ഇന്നത്തെ ഗോസ്പലിൽ അകവും പുറവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റാണ് നമ്മൾ കാണുന്നത്. അകത്ത് എന്തുമാത്രം ശ്രദ്ധിക്കണമെന്നും പുറത്ത് എന്താണ് നടക്കുന്നതെന്നും വളരെ കൃത്യമായിട്ട് ക്രിസ്തു പറയുകയാണ്. കുറച്ചും കൂടി മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, പുറത്തുള്ള ആചാരാനുഷ്ഠാനങ്ങളിൽ കുടുങ്ങിപ്പോയ മനുഷ്യർ അകത്തുള്ള ധാർമ്മിക ബോധ്യത്തെ മറന്നുപോയതിനെക്കുറിച്ചാണ് ക്രിസ്തുവിൻ്റെ ഇന്നത്തെ വാക്കുകൾ. ഇന്ന് തൊട്ട് മുമ്പത്തെ ഗോസ്പൽ പാസേജ് നമ്മൾ വായിക്കുമ്പോൾ യേശു ഫരിസേയരോടും ചില നിയമത്തിനോടും ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ കൈ കഴുകിയില്ല എന്നതിൻ്റെ പേരിൽ ഒരു ആരോപണമുണ്ടാകുന്നു. അതിൻ്റെ പേരിലുണ്ടായ കോൺഫ്ലിക്റ്റാണ്. അതിനുശേഷമാണ് യേശു ഒറ്റ വാക്കിൽ ഒരു ഉപമ പറഞ്ഞ് നിർത്തിയത്. ഉള്ളിൽ നിന്ന് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. ഇത് പറഞ്ഞിറങ്ങിയപ്പോൾ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അവർ വീട്ടിൽ വന്ന ശേഷം ചോദിച്ചു, നീ അവിടെ വച്ച് ഒറ്റ വാക്കിലൊരു ഉപമ പറഞ്ഞില്ലേ, അതെന്താ? യേശു അവരോട് വീണ്ടും ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്താ മനസ്സിലാകാത്ത കാര്യം? ഈ ശിഷ്യന്മാരുടെ ചോദ്യം അത് ശിഷ്യന്മാരുടെ മാത്രം ചോദ്യമല്ല, എല്ലാ കാലത്തുള്ള മനുഷ്യരുടെ ഒരു ചോദ്യമാണ്. ഇന്നും മനുഷ്യർക്ക് മനസ്സിലാകാതെ പോകുന്ന ചില മൂല്യങ്ങളുടെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാവരും ഈ പുറമെയുള്ള കാര്യത്തെ കുറച്ചും കൂടി കൺസേൺ ആകുന്നുണ്ട്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി, മറ്റുള്ളവരുടെ ശ്രദ്ധ നേടാൻ വേണ്ടി, ഇങ്ങനെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയും ശ്രദ്ധ നേടുകയും ചെയ്യുന്ന കാര്യത്തിനിടയിൽ നമ്മൾ ഉള്ളിലെ കാര്യങ്ങൾ മറന്നു പോകുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ക്രിസ്തു പറയുന്ന ചില ലിസ്റ്റ് ഓഫ് മൊറാലിറ്റികളുണ്ട്. ഇതൊക്കെ നമുക്കില്ല, എവിടെയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ധാർമ്മിക മൂല്യത്തെ ഓർത്താണ് ക്രിസ്തുവിൻ്റെ ഇന്നത്തെ സങ്കടം. കരങ്ങൾ തമ്മിൽ ചേരുന്നിടത്ത് ഹൃദയങ്ങൾ തമ്മിൽ ചേരാത്തത് ഓർത്താണ് ക്രിസ്തുവിൻ്റെ സങ്കടം. ഇന്ന് പരസ്പരം എല്ലാവരുടെ കരങ്ങളും ചേരുന്നുണ്ട്, പക്ഷേ ഹൃദയങ്ങൾ ചേരുന്നില്ല, ഉള്ളുകൾ പരസ്പരം അടുക്കുന്നില്ല. അതെന്തുകൊണ്ടാണ്? ധാർമ്മിക മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ധാർമ്മിക മൂല്യങ്ങൾ എപ്പോഴും നമ്മുടെ മാത്രമല്ല മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അത് നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് കടക്കുന്ന ഒരു സ്നേഹത്തിൽ നിന്നും രൂപം കൊള്ളുന്ന ഏറ്റവും മനോഹരമായൊരു മൂല്യമാണ്. അതുകൊണ്ട് തന്നെ ഉള്ളു പരസ്പരം അടുക്കണമെന്നും പുറമേയുള്ള മോടികൾക്ക് പ്രാധാന്യം കൊടുക്കരുതെന്നും ക്രിസ്തു ഇന്ന് സുവിശേഷത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് പത്രം തുറന്ന് നോക്കുമ്പോൾ ഒത്തിരിയേറെ മരണങ്ങളാണ്. ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ധാർമ്മിക മൂല്യങ്ങൾക്കിടയിൽ കുറച്ചും കൂടി കൈ ഉയർത്തി നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഫ്രാൻസിസ് പാപ്പയാണ്. പറയുന്ന വാക്കുകളൊക്കെ ധാർമ്മികതയെ വിശേഷിപ്പിക്കാനാണ് എനിക്കിഷ്ടം. കുറച്ചും കൂടി സഭയുടെ ധാർമ്മിക മൂല്യങ്ങൾ അദ്ദേഹം ഉയർത്തിക്കാട്ടുന്നുണ്ട്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ ഹൃദയം കൊണ്ട് തിരിച്ചറിയേണ്ട ചില ഇടങ്ങളൊക്കെ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വരമൊക്കെ പലർക്കും അരോചകമാകുന്നുണ്ട്. അദ്ദേഹം പറയുന്ന ഉള്ളുകൊണ്ടുള്ള സ്നേഹത്തെ പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. അതിഷ്ടപ്പെടാതിരിക്കാൻ വഴിയില്ല. കാര്യം ശിഷ്യന്മാരുടെ ചോദ്യം വളരെ വ്യക്തമാണ്, നീ അന്ന് എന്താ പറഞ്ഞത്? ഈ പറയുന്ന കാര്യങ്ങളൊന്നും മനുഷ്യർക്ക് മനസ്സിലാകാതെ പോകുന്നത് ഉള്ളിലെ ധാർമ്മിക മൂല്യങ്ങളൊക്കെ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു ക്രിസ്തു അന്ന് അനുഭവിച്ച അതേ ചലഞ്ച് ഇന്ന് ചില മനുഷ്യർ അനുഭവിക്കുന്നുണ്ട്. ഉള്ളിലെ ധാർമ്മിക മൂല്യങ്ങൾ സൂക്ഷിക്കുന്നവർക്ക് പുറമേയുള്ള മോടികളൊന്നും അത്ര പിടിക്കില്ല. പുറമേ ഉള്ളതിനെ സ്നേഹിച്ച് താലോലിച്ച് നിൽക്കുമ്പോൾ അകത്തെ ധാർമ്മികതയെ എന്തുകൊണ്ട് നമ്മൾ നഷ്ടമായി കളയുന്നു? ഹൃദയം കൊണ്ട് ചിന്തിക്കേണ്ടതും ഹൃദയം കൊണ്ട് പ്രവർത്തിക്കേണ്ടിടത്ത് എന്തുകൊണ്ട് പുറം കൊണ്ട് മാത്രം നാം ചിന്തിക്കുന്നു? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആശ്വാസദായകനേ, ആനന്ദദായകനേ, ആശ്വാസം പകർന്നിടണേ ഈ മരുയാത്രയതിൽ. ആശ്വാസദായകനേ, ആനന്ദദായകനേ, ആശ്വാസം പകർന്നിടണേ ഈ മരുയാത്രയതിൽ. കരയുമ്പോഴെല്ലാം ചാരത്തു നിർത്തി ആശ്വാസമേകി
ചാരത്തു നിർത്തി ആശ്വാസമേകി വീഴാതെ എന്നും കരങ്ങളിൽ താങ്ങി വീഴാതെ എന്നും കരങ്ങളിൽ താങ്ങി അനുദിനം കാക്കുന്ന യാഹന്റെ പാറ അനുദിനം കാക്കുന്ന യാഹന്റെ പാറ ആശ്വാസദായകനേ ആനന്ദദായകനേ ആശ്വാസം പകർന്നിടണേ ഈ മരുയാത്രയതിൽ കൂട്ടുകാർ നിന്ദിച്ചു തള്ളുമ്പോഴും കുറ്റവരുടെയോരും മാറിയിടിലും കൂട്ടുകാർ നിന്ദിച്ചു തള്ളുമ്പോഴും കുറ്റവരുടെയോരും മാറിയിടിലും കരങ്ങളിൽ താങ്ങി ചേർത്തു പിടിച്ചു കരങ്ങളിൽ താങ്ങി ചേർത്തു പിടിച്ചു യാഹേ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും യാഹേ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും ആശ്വാസദായകനേ ആനന്ദദായകനേ ആശ്വാസം പകർന്നിടണേ ഈ മരുയാത്രയതിൽ മരുഭൂമിയിൽ താളടിയാകാതെ ബലമേകി എന്നെ നടത്തുന്ന നാഥ മരുഭൂമിയിൽ താളടിയാകാതെ ബലമേകി എന്നെ നടത്തുന്ന നാഥ ഘോരമാം പാത അലറുമിയാഴി ഘോരമാം പാത അലറുമിയാഴി ഭയമില്ലലേശം യേശുവൻ ചാരേ ഭയമില്ലലേശം യേശുവൻ ചാരേ ആശ്വാസദായകനേ ആനന്ദദായകനേ ആശ്വാസം പകർന്നിടണേ ഈ മരുയാത്രയതിൽ ആശ്വാസദായകനേ ആനന്ദദായകനേ ആശ്വാസം പകർന്നിടണേ